സമകാലികം. വിഷു പടിവാതിൽക്കൽ എത്തുകയാണല്ലോ. ഇത്തവണത്തെ നമ്മുടെ വിഷു വിപണി സജീവമായോ? ഇതാകട്ടെ ഇന്നത്തെ സമകാലികത്തിന്റെ സംസാരം. എൻ്റെ പേര് കെ കെ അഷ്റഫ്, സെക്രട്ടറി, എറണാകുളം മാർക്കറ്റ് വെജിറ്റബിൾ അസോസിയേഷൻ. നമുക്കിപ്പോൾ മൊത്തത്തിലുള്ള ഒരു മാന്യമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളെല്ലാം വളരെ ഒരു തണുപ്പും മട്ടിലാണ് പോണത്. സാധനങ്ങളൊന്നും കാര്യമായിട്ട് ഇല്ല. ഞാലിപ്പൂവൻ പഴങ്ങളൊക്കെ വളരെ കുറവായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കണി കാണാനുള്ള സാധനങ്ങളൊന്നും അങ്ങനെ ചെറിയ മാമ്പഴമൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. സജീവമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. എന്നാലും കഴിഞ്ഞ കാലത്തെ പോലുള്ള ഒരു ഉത്സാഹം അതിന് കാണാനില്ല. വിഷു അടുത്ത് വന്നുകൊണ്ടിരിക്കണമെങ്കിലും അതിനുള്ള അത്രയും ഒരു ഉഷാർ കാണാനില്ല. സാധാരണ ഓണം അടുത്ത് വരുമ്പോഴോ ആണെങ്കിലും വിഷു അടുത്ത് വരുമ്പോൾ ഏതെങ്കിലും വിശേഷ ദിവസങ്ങളിൽ വരുമ്പോൾ ഇങ്ങനെ അത്തരം ഒരു കാര്യങ്ങൾ ഇങ്ങനെ ഒരു കാണാറുണ്ട്. മാർക്കറ്റിന് ഒരു ഉന്മേഷം ഇതൊക്കെ കാണും. പക്ഷെ ഇതില്ല, ഇത്തവണ അത് കാണാനില്ല. അത്രയും ഒരു ഇത് കാണുന്നില്ല. വിലയുടെ കാര്യത്തിൽ ഇപ്പൊ കഴിഞ്ഞ വർഷത്തിനേക്കാളൊന്നും കൂടുതലൊന്നും ഇപ്പൊ ഇതുവരെ ഇന്നുവരെ ഒന്നും കണ്ടിട്ടില്ല. അല്പം വില കൂടി നിൽക്കുന്ന ഒരു ബീൻസ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും ഒക്കെ വില കുറവായിട്ടാണ് നിൽക്കുന്നത്. വെണ്ടയ്ക്കാണ് വില ഉണ്ടായിരുന്നത്, അതിന് വെണ്ടയ്ക്ക് വില കുറഞ്ഞിട്ടുണ്ട്. പിന്നെ കണിവെള്ളിരി വന്നു തുടങ്ങുമ്പോൾ തിങ്കളാഴ്ചയൊക്കെ കാര്യമായിട്ട് വെള്ളിരി വരും. ഇപ്പൊ നമ്മുടെ ആലുവ, മൂക്കന്നൂർ, ചാലക്കുടി ആ ഭാഗങ്ങളിൽ നല്ല കളറുള്ള വെള്ളിരിയാണ്. അത് കണിവെള്ളിരിയായിട്ട്. മറ്റേ സാധാരണ നമുക്ക് അറിയ വെള്ളിരി വന്നുണ്ട്, അത് ഉണ്ട്. അതിന് വില 25-30 ഒക്കെ ഉള്ളു. ഇതിന് വരുമ്പോൾ 40-50 ഒക്കെ വരും. കണി കാണുന്ന വെള്ളിരി, മഞ്ഞ കളറുള്ള വെള്ളിരിക്കൊക്കെ ഒരു ഡിമാൻഡാണ്. അത് സാധാരണയായിട്ട് മലപ്പുറം, മഞ്ചേരി ആ ഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് വരാറ്. ഈ യുദ്ധത്തിന്റെ ഒരു വില ഇതിലിങ്ങനെ നിൽക്കണതുകൊണ്ട് എല്ലാം ഒരു മാന്യത്തിലാണ്. ഒരു 25% കോവിഡ് കാലത്തെ പോലെയാണ് നമുക്ക്. ഇപ്പൊ എവിടെയും തിരക്കുകളൊന്നുമില്ല. തിരക്കുകളൊക്കെ കുറവ് മാർക്കറ്റിൽ. എവിടെയാണെങ്കിലും ഏത് മേഖലയാണെങ്കിലും എല്ലായിടത്തും ഒരു ചെറിയൊരു കുറവ് കാണുന്നു. ഇനി വരും ദിവസങ്ങളിൽ മാറ്റം വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആയിരുന്നുകൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. എന്താണെങ്കിലും നമുക്ക് സാമ്പത്തികം അതിനൊരു പ്രശ്നമാണ്. തൊഴിൽ മേഖലയൊക്കെ സ്തംഭിച്ച് കിടക്കണല്ലേ. ഒരാഴ്ചക്ക് മുമ്പൊക്കെ വെള്ളിരിയും അതുപോലുള്ള ചെറിയ മത്തൻ, മാങ്ങാപ്പഴം, ഇടിയൻ ചക്കകൾ, കണി കാണാനുള്ള അതുപോലുള്ളതൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങും. അതൊക്കെ വന്ന് അത് വാങ്ങിക്കൊണ്ടുപോയി സൂക്ഷിക്കുമ്പോഴൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഇത് കാണുന്നില്ല. ഇപ്പൊ ഏതായാലും തിങ്കളാഴ്ച വളരെ സജ്ജമാകുന്നുള്ള പ്രതീക്ഷകളാണ് കച്ചവടക്കാർ. കേരള മൺപാത്ര നിർമ്മാണ വിപണന വികസന ക്ഷേമ കോർപ്പറേഷന്റെ പ്രസിഡന്റ് സുഭാഷ് ബോസ് ആറ്റുകാൽ. തിരുവനന്തപുരത്തും പ്രാന്തപ്രദേശങ്ങളിലൊക്കെ എല്ലാം പുത്തനാവുക എന്ന ഒരു ചിന്ത ഉണ്ട്. കളിമൺപാത്ര നിർമ്മാണ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം വിഷു വിപണിക്ക് പുത്തൻ കലങ്ങൾ, പുത്തൻ മൺപാത്രങ്ങളൊക്കെ ആളുകൾ വാങ്ങി പാചകമൊക്കെ തന്നെ പുത്തൻ കളിമൺ പാത്രത്തിൽ നിർവഹിക്കുന്ന ഒരു രീതി പണ്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ രീതി പുലർത്തുന്ന കുടുംബങ്ങളിൽ നിന്നും ഉള്ളവരൊക്കെ കളിമൺ പാത്രങ്ങൾ ധാരാളമായി വാങ്ങാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വിഷു വിപണി ജീവിതോപാധിയായി ഈ കളിമൺ പാത്രം നിർമ്മിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും വളരെ ഗുണകരമായ ഒരു കാര്യമായി അത് പ്രതീക്ഷിച്ച് കൂടുതൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിഷുവിപണിക്ക് തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. ആ നിർമ്മാണ സമൂഹത്തെ സംബന്ധിച്ച് കളിമൺ പാത്രങ്ങൾക്ക് ഉള്ള പ്രാധാന്യവും ഈ സമൂഹത്തിന് കളിമൺ പാത്രം ഈ വിഷുവിപണിയിലൂടെ ധാരാളമായി വിപണനം നടക്കുമ്പോൾ അതിൻ്റെതായ ഗുണം ഉണ്ടാവുക എന്നതാണ്. എല്ലാത്തിലും ഈ അലുമിനിയം, സ്റ്റെയിൻലെസ് സ്റ്റീലും കയറിപ്പോ കേരളത്തിലെ മൺപാത്രങ്ങളുടെ ഉപയോഗം ഇന്നിപ്പോ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഇന്നല്ല കുറച്ചു കാലമായിട്ട് മൺപാത്രം കൂടുതൽ കെയർ വേണം. കുറച്ച് അശ്രദ്ധ വിചാരിച്ചാൽ താഴെ വീണാൽ പൊട്ടിപ്പോവും. അതുകൊണ്ട് അത് കഴുകുമ്പോഴായിരുന്നാലും ഉപയോഗിക്കുമ്പോഴായിരുന്നാലും ഒക്കെ ശ്രദ്ധ വേണം. അപ്പൊ അതുകൊണ്ട് ഈ മൺപാത്രം ഉപയോഗം കുറഞ്ഞിട്ടുണ്ട്. ആ മൺപാത്രത്തിന്റെ ഉപയോഗം ഇത്തരത്തിൽ കുറഞ്ഞതിന്റെ റിസൾട്ട് നമ്മൾ ആശുപത്രികളിൽ കാണുന്നുണ്ട്. അതിന് കാരണം ഈ മൺപാത്രത്തിലെ പാചകം ആളുകൾ ഒഴിവാക്കിയതാണ് എന്ന് തീർത്തും എനിക്ക് പറയാൻ കഴിയും. എളുപ്പമാണ് ആളുകൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മൺപാത്രത്തിൽ പാചകം ചെയ്യൂ, ആരോഗ്യം സംരക്ഷിക്കൂ എന്നൊരു സ്ലോഗൻ ഞങ്ങൾ ഇറക്കി. അതിന് ഞങ്ങൾ പ്രചാരം കൊടുത്ത് മുന്നോട്ട് പോകാൻ ഞങ്ങൾ മൺപാത്രമാണ് കോർപ്പറേഷൻ അതിന് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ പണ്ട് നമുക്കറിയാം ഈ വിഷു വിപണി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ റോഡുകളിലൊക്കെ ധാരാളമായി ഈ മൺപാത്ര പണി ചെയ്യുന്ന ആളുകൾ റോഡിന്റെ സൈഡിൽ മൺപാത്രങ്ങൾ നിരത്തി വെച്ച് വിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അത് അങ്ങനെ കാണുന്നുണ്ടോ? എവിടെയെങ്കിലും കാണുന്നുണ്ടോ? വളരെ അപൂർവമായിട്ട് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അതിന് കാരണം ഒരുപാട് ആളുകൾ ഈ പണി ചെയ്ത് ജീവിച്ച് വന്ന ആളുകൾക്ക് വിപണനം വളരെ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അവർക്ക് ജീവിതോപാധി, അവർക്ക് വരുമാനം നഷ്ടപ്പെടുകയല്ലേ. അവർ ഈ പണി ഉപേക്ഷിച്ചിട്ട് എന്തെങ്കിലും ജോലി ചെയ്ത് കുടുംബത്തെ പോറ്റാൻ കളിമൺ പാത്ര നിർമ്മാണം ഒഴിവാക്കി ഉപേക്ഷിച്ച് പോയ അവസ്ഥയാണ് ഇന്ന് ഈ സമൂഹത്തിനുള്ളത്. ഈ മൺപാത്രങ്ങൾ പാചകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് നമ്മൾ തീർച്ചയായിട്ടും പരിശ്രമിക്കണം. ആ നിലയിലേക്ക് ഉള്ള പ്രചാരം ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏറ്റവും ധന്യമായ ഒരു കാര്യമായിരിക്കും. ബേക്കേഴ്സ് അസോസിയേഷൻ കേരളയുടെ അഡ്വൈസറി ബോർഡ് വൈസ് ചെയർമാൻ വിജേഷ് വിശ്വനാഥ്.
ഈ വിഷുക്കാലത്ത് മധുരപലഹാരങ്ങളുടെ വിപണി വളരെയേറെ സജീവമാകുന്ന ഒരു സമയമാണ്. മുമ്പ് നമ്മൾ വീടുകളിൽ ഉണ്ടാക്കിയിരുന്ന ഉണ്ണിയപ്പം, നെയ്യപ്പം, ഇലയട, പാലട പായസം പോലുള്ള വിഭവങ്ങൾ ഇന്ന് കൂടുതലും ആൾക്കാർ വിശ്വാസമുള്ള ബേക്കറിയിൽ നിന്നാണ് വാങ്ങുന്നത്. വീട്ടിലുണ്ടാക്കൽ കുറവാണിപ്പോൾ. ഇന്നത്തെ കസ്റ്റമേഴ്സ് ഗുണമേന്മയും ശുചിത്വവും ഹോം മെയ്ഡ് ടേസ്റ്റും ആണ് ആഗ്രഹിക്കുന്നതും അവർ ഇഷ്ടപ്പെടുന്നതും. ഇന്ന് മധുര പലഹാരം ഒരു ഭക്ഷണം മാത്രമല്ല, അതൊരു അനുഭവമാണ്, ഒരു ഫീലിംഗ് ആണ്. വീട് പോലുള്ള രുചിയും വീട്ടിലെ രുചിയും പ്രൊഫഷണൽ ഗുണമേന്മയും അതാണ് ഇന്നത്തെ വിപണിയുടെ ആവശ്യകത. മൊത്തത്തില് പാരമ്പര്യവും നവീനതയും ചേർന്നതാണ് ഇന്നത്തെ വിഷു പലഹാര രീതികൾ. കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ പ്രസിഡന്റ് രാജേഷ് പാലങ്ങാട്ട്. വിഷുക്കാലത്ത് വിഷുക്കണി ഒരുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മൺപാത്രങ്ങൾ വളരെ പ്രചാരമാണ്. പഴമക്കാർ പറയുന്നത് പോലെ കളിമൺ പാത്രങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് സ്വർണം ഉപയോഗിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് മഹാത്മ്യം. എന്നാൽ ഇന്ന് ഈ മേഖലയിൽ കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കി ഉപജീവനം കഴിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം പുതിയ തലമുറ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നില്ല. അതുപോലെ തന്നെ കളിമണ്ണിന്റെ ദൗർലഭ്യവും വലിയ വിഷയമാണ്. മറ്റ് അസംസ്കൃത വസ്തുക്കൾ, വിറക്, ചകിരി തുടങ്ങിയവയൊക്കെ വലിയ രീതിയിൽ വില കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ട്. ഈ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കി ചൂളയിൽ വെച്ചാൽ ചിലപ്പോൾ 50% അധികം പാത്രങ്ങൾ ചൂളയിൽ വെച്ച് പൊട്ടിപ്പോകുന്ന സ്ഥിതിവിശേഷം ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രതിസന്ധിയിലൂടെയാണ് ഈ മേഖല കടന്നു പോകുന്നത്. ഈ മേഖലയിലേക്ക് കടന്നു വരുന്നവർക്ക് വേണ്ട സർക്കാർ സഹായമോ അല്ലെങ്കിൽ സർക്കാർ ഏജൻസികളിൽ നിന്ന് ലഭിക്കേണ്ട അംഗീകാരമോ കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. മൺപാത്ര നിർമ്മാണ കോർപ്പറേഷനൊക്കെ ഉണ്ടെങ്കിലും ഈ മേഖലയിലേക്ക് കടന്നു വരുന്നവരെ അല്ലെങ്കിൽ കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരെ പുനരുദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ദൗത്യം കോർപ്പറേഷനൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ പരമ്പരാഗത വ്യവസായം നിലനിൽക്കുകയുള്ളൂ. വിഷു വിപണിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പണ്ടൊക്കെ തലയിൽ ചുവന്നുകൊണ്ട് പാത്രങ്ങൾ വിൽപ്പന ചെയ്യുന്നത് പതിവായിരുന്നു. ഇന്ന് തൊഴിലാളികൾ ഈ മേഖലയിൽ നിന്നും പുറകോട്ട് പോയിരിക്കുന്നു. വളരെ അപൂർവം മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾ മാത്രമേ ഇത്തരത്തിലുള്ള വിൽപ്പനയിലൂടെ മുന്നോട്ട് പോകുന്നുള്ളൂ. അത്യാവശ്യം കടകളിലും നഗരങ്ങളിലും മറ്റും വഴിയോരങ്ങളിലൊക്കെ വെച്ചുകൊണ്ടാണ് വിപണി കണ്ടെത്തുന്നത്. ഇപ്പോൾ മൺപാത്ര നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന ഈ തൊഴിലാളികൾക്ക് വേണ്ട സാമ്പത്തിക സഹായവും അംഗീകാരവും നൽകുന്നതോടെ മാത്രമേ ഈ വിപണിയെ അല്ലെങ്കിൽ ഈ തൊഴിലിനെ സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സമീപനം ഭരണകൂടങ്ങളിൽ നിന്ന് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. കളിമൺ ശില്പകലാ മേഖലയിലെ തൊഴിൽ പരിശീലകനായ VK ജയൻ. കേരളത്തിലെ വിഷു വിപണിയിൽ മൺപാത്രങ്ങൾക്ക് എല്ലാ കാലവും നല്ല മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഇന്നും അതിൻ്റെ ഒരു ചെറിയ മാറ്റം. പണ്ട് കാലങ്ങളിൽ മൺപാത്രങ്ങൾ ഉപയോഗിച്ചിരുന്നത് പാചകത്തിനായിരുന്നെങ്കിൽ അത് വിഷുക്കണി വയ്ക്കുന്നതിനും അതുപോലെ വിഷുക്കണി ഒരുക്കുന്നതിന് മൺപാത്രങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് വലിയ പ്രാധാന്യത്തോടെ ആയിരുന്നു ആചരിച്ചിരുന്നത്. വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് തന്നെ മൺപാത്രങ്ങളിൽ കണി ഒരുക്കിയിരുന്നു. ഇന്നത് അല്പം മാറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. പണ്ടെല്ലാം ഇത് നടക്കുന്നത് വിഷു മാറ്റച്ചന്തകളിൽ എന്ന രീതിയിലുള്ള വിപണിയായിരുന്നു. അതിന് ഇപ്പോ നമുക്ക് അറിയാം, മാറ്റച്ചന്തകള് കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എറണാകുളം ജില്ലയിൽ പലയിടങ്ങളിലും ഇത് നടന്നിരുന്നു. പള്ളിരുത്തിയില്, ചേരാനല്ലൂര്, പിന്നെ പല സ്ഥലങ്ങളിലും എനിക്കറിയാം അങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇന്നിപ്പോ അത് പലപ്പോഴും എക്സിബിഷനുകളുടെ സാധ്യതയിലേക്ക് മാറി ഒരു വേറൊരു തരത്തിലുള്ള വിപണിയായി. എന്നാലും പാത്രങ്ങളുടെ വിപണി, ഇപ്പോ കറിച്ചട്ടികൾ കൂടുതലായിട്ട് ആളുകൾ വാങ്ങിക്കും. ഇപ്പോഴും അത് തുടരുന്നുണ്ട്. ഈ വിഷുക്കഞ്ഞി വയ്ക്കാനുള്ള കലം, അത് ഈ സീസണിൽ പുതിയ കലത്തിൽ പായസം വയ്ക്കുന്നതിനാണ് വിഷുക്കഞ്ഞി വയ്ക്കുക എന്നുള്ളത് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഗൃഹാലങ്കാരത്തിന് വേണ്ടി കരകൗശല വസ്തുക്കൾ, ശില്പകലയുള്ള ടെറാക്കോട്ട ഉൽപ്പന്നങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട്. ഓൾ കേരള ഫയർവർക്സ് മെർച്ചന്റ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ പ്രസിഡന്റ് സിജു ജോൺ. ഇപ്രാവശ്യത്തെ കച്ചവടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും ലൈസൻസ് പുതുക്കി കിട്ടിയിട്ടില്ല ഈ ഇലക്ഷന്റെ പ്രശ്നം കാരണം. പിന്നെ സാധനങ്ങൾ ശിവകാശിയിൽ നിന്നാണ് എല്ലാം വരുന്നത്. അത് ഇപ്പൊ ഈ യുദ്ധം നടക്കുന്ന കാരണം കെമിക്കല് ഇമ്പോർട്ട് നടക്കണില്ല. കെമിക്കലും അതുപോലെ തന്നെ പെട്രോളും കിട്ടാത്ത കാരണം, പെട്രോളിയം പ്രൊഡക്റ്റ് ഒക്കെ ഒരുപാടുള്ള കാരണം ഇതെല്ലാ സാധനങ്ങൾക്കും വില ഭയങ്കരമായിട്ടും മാറിയിട്ടുണ്ട്. ഒരു 10-20% വില മാറിയിട്ടുണ്ട്. പിന്നെ ഇലക്ഷൻ കഴിഞ്ഞ് ഇന്ന് മുതൽ എല്ലാ കടകളും തുറന്ന് പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുള്ളൂ. തൃപ്പൂണിത്തുറയിൽ പടക്കക്കട നടത്തുന്ന ലിനോൾഫ് ജോസഫ്. കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് പുതിയ വെറൈറ്റീസ് എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ഹരിത പടക്കങ്ങളാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത്. വിലയിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാട്ട് അപേക്ഷിച്ച് കുറച്ച് കൂടുതലാണ്. സപ്ലൈകോ അഡീഷണൽ ജനറൽ മാനേജർ മാർക്കറ്റിംഗ് ദീപു.
ഈ വിഷുക്കാലത്തേക്കായി സപ്ലൈകോയുടെ എല്ലാ വിൽപ്പനശാലകളിലും സബ്സിഡി നിരക്കിൽ വിൽപ്പന നടത്തുന്ന വെളിച്ചെണ്ണയും പഞ്ചസാരയും അടക്കമുള്ള എല്ലാ അവശ്യവസ്തുക്കളും ഉപഭോക്താക്കൾക്ക് ആവശ്യാനുസരണം വാങ്ങുന്നതിനായി ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ സപ്ലൈകോയുടെ സൂപ്പർ മാർക്കറ്റുകളെല്ലാം തന്നെ ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 14 വരെ വിഷു ഫെയറുകളായിട്ടാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ വിഷു ഫെയറുകളിലെ ഒരു ആകർഷകം എന്ന് പറയുന്നത് സപ്ലൈകോയിൽ നിന്നും 1000 രൂപയ്ക്ക് മുകളിൽ സബ്സിഡിതര ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും സപ്ലൈകോ ഒരു വിഷു കൈനീട്ടം നൽകുന്നുണ്ട്. 101 രൂപയുടെ ഒരു കൂപ്പണാണ് വിഷു കൈനീട്ടമായി സപ്ലൈകോ നൽകുന്നത്. ഈ കൂപ്പൺ വിഷുവിന് ശേഷം സപ്ലൈകോയിൽ നിന്ന് തന്നെ അവശ്യവസ്തുക്കൾ വാങ്ങുമ്പോൾ അതിൽ റിഡീം ചെയ്യാവുന്നതാണ്. അതുകൂടാതെ 1250 രൂപയുടെ 16 സാധനങ്ങൾ അടങ്ങിയ ഒരു പ്രത്യേക വിഷുക്കണി കിറ്റ് സപ്ലൈകോ നൽകുന്നുണ്ട്. ഇത് 1001 രൂപയ്ക്കാണ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത്. വിഷുവിന് ആവശ്യമുള്ള പഞ്ചസാര, ചെറുപയർ, വൻപയർ, കടല, ശർക്കര, പായസ മിക്സ്, പായസക്കൂട്ട്, നെയ്യ്, വെളിച്ചെണ്ണ, ചായപ്പൊടി, ജീരകം, കടുക്, ഉപ്പ്, പുട്ടുപൊടി, അങ്ങനെ 16 ഐറ്റം അടങ്ങിയ ഒരു കിറ്റാണ് സപ്ലൈകോ 1001 രൂപയ്ക്ക് നൽകുന്നത്. നിലവിൽ തന്നെ നിരവധി ഉപഭോക്താക്കൾ ഇത് വാങ്ങിക്കുന്നുണ്ട്. 14 വരെ ഈ കിറ്റുകൾ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ ലഭ്യമാവുന്നതാണ്. വോട്ടെടുപ്പിനോടനുബന്ധിച്ച് ജില്ലാ ഭരണകൂടവുമായി ചേർന്നുകൊണ്ട് സപ്ലൈകോ ഒരു പ്രത്യേക ഓഫർ നൽകിയിരുന്നു. വോട്ട് ചെയ്യൂ, പുട്ടടിക്കൂ എന്ന് പറഞ്ഞ്. ഇതില് വോട്ടെടുപ്പിന് ശേഷം 10-ാം 11-ാം സപ്ലൈകോ ഔട്ട്ലെറ്റ് സന്ദർശിക്കുന്ന ഉപഭോക്താക്കൾ വോട്ട് ചെയ്ത വിരലിലെ മഷിയടയാളം കാണിച്ചു കഴിഞ്ഞാൽ 1000 രൂപയ്ക്ക് മുകളിൽ സബ്സിഡിതര സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ 88 രൂപയിലുള്ള പുട്ടുപൊടി 1 രൂപയ്ക്ക് നൽകുന്നതായിരിക്കും. മുതിർന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനും പ്രഭാഷകനുമായ പി. സുജാതൻ. പ്രകൃതിയും സംസ്കൃതിയും സമ്മോഹനമായി സംഗമിക്കുന്ന സുന്ദരമായ ഉത്സവവേളയാണ് വിഷു. ഭാരതത്തിൽ കാർഷിക പഞ്ചാംഗത്തിലെ ആദ്യ ദിനം എന്ന നിലയിൽ കൃഷിക്കാരുടെ ഉത്സവവേളയാണത്. സൂര്യദേവൻ ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്ക് മാറുന്ന ദിവസം. പകലിനും രാത്രിക്കും ഒരേ ദൈർഘ്യം. അതുകൊണ്ട് വിഷു എന്നാൽ തുല്യത എന്നും അർത്ഥമുണ്ട്. മേടമാസാരംഭത്തിൽ വിതയ്ക്കുന്നതെല്ലാം 100 മേനിയായി വിളയണമെന്ന പ്രാർത്ഥനയും പ്രതീക്ഷയും വിഷുവിനുണ്ട്. അതിൻ്റെ ഫലപ്രാപ്തി സമൃദ്ധിയുടെ ഓണമായി വരും. മേടം പിറന്നു 10-ാം നാൾ തെക്കൻ കേരളത്തിൽ 10-ാം ഉദയം എന്ന ആഘോഷമുണ്ട്. അടയും പലഹാരങ്ങളും ഒരുക്കി ആദിത്യദേവനെ അന്ന് പൂജിക്കുന്ന പതിവ് ആലപ്പുഴ പ്രദേശങ്ങളിൽ ഇപ്പോഴും പ്രസിദ്ധമാണ്. കാർഷിക പ്രധാനമായ സംസ്കൃതി നിലനിൽക്കുന്ന എല്ലാ ദേശങ്ങളിലും വ്യത്യസ്ത രൂപഭാവങ്ങളോടെ മലയാളികളുടെ വിഷുക്കാലത്ത് വിവിധതരം ഉത്സവങ്ങളുണ്ട്. കാർഷികോത്സവവും വർഷാരംഭവും മാത്രമല്ല, തിന്മയുടെ മേൽ നന്മ നേടിയ വിജയദിനം കൂടിയാണ് വിശ്വാസികൾക്ക് വിഷു. നവവത്സരത്തിൻ്റെയും കാർഷിക ആരംഭത്തിൻ്റെയും ധർമ്മവിജയത്തിൻ്റെയും സമന്വയമായ ഈ ഉത്സവവേളയിൽ പ്രകൃതി കർണികാര പൂക്കൾ വിടർത്തി അതിൽ പങ്കെടുക്കുന്നു. സംക്രമ വിഷു പക്ഷികളെപ്പോലെ കവികൾ കേകയിലും മഞ്ചരിയിലും കാകളിയിലും വസന്ത തിലകത്തിലും വിഷുവിന് സ്വരവ്യഞ്ജനങ്ങളാൽ കളകൂജനം മുഴക്കുന്നു. ഇത് യന്ത്രവൽകൃത ലോകമാണ്. യന്ത്രബുദ്ധി മനുഷ്യബുദ്ധിയെ മറികടന്ന് വ്യാപരിക്കുന്ന കാലം വരവായിരിക്കുന്നു. ചാറ്റ് GPT റോബോട്ടിക് യുഗം. എന്നാലും ദീർഘദർശിയായ കവി പാടി, ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. കാലമേതായാലും പ്രത്യാശകളും പ്രതീക്ഷകളും പങ്കുവെച്ചുകൊണ്ട് വിഷുവിനെ ഇന്നിൻ്റെ ആഘോഷമാക്കാം നമുക്ക്. വിപണിയിലും അത് പ്രതിഫലിക്കട്ടെ. നിർവഹണം റിയ. സഹായം TP വിവേക്. സമകാലികം.